കോൺഗ്രസിൽ വീണ്ടും പുതിയ ഗ്രൂപ്പുകൾ തലപൊക്കുന്നതായി വിവരം. കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് കാരണമായ ഗ്രൂപ്പുകളെ ഇല്ലാതാക്കാൻ മുന്നിട്ടിറങ്ങിയത് യുവ നേതാക്കളും അവരുടെ ഊർജവുമായിരുന്നു. എന്നാൽ ആ പോരാട്ടത്തിലൂടെ ഇന്ന് സുപ്രധാന പദവികളിലെത്തിയ നേതാക്കൾ തന്നെയാണ് ഇപ്പോൾ ഗ്രൂപ്പുകൾ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇത് പാർട്ടിയെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്. ഇത് പാർട്ടിയിൽ നീരസം പുകയുന്നതിനും കാരണമാകുന്നുമുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മരണത്തോടെ അപ്രസക്തമായ എ ഗ്രൂപ്പ് പുനഃസംഘടിപ്പിക്കാനുള്ള PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ ടീമിന്റെ നീക്കങ്ങൾക്കെതിരെയാണ് അതൃപ്തി പുകയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് മുതിർന്ന നേതാക്കൾ സ്വീകരിച്ച നിലപാടുകൾ വിവാദമായതോടെയാണ് വീണ്ടും ഗ്രൂപ്പ് സജീവമാകാനുള്ള നീക്കം ആരംഭിച്ചിട്ടുള്ളത്. രാഹുലിനെതിരായ ആരോപണങ്ങൾ പുറത്തുവന്ന ഉടൻ ഇയാളെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്നും പുറത്താക്കുകയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഷാഫി പറമ്പിലിന്റെയും രാഹുലിന്റെയും നേതൃത്വത്തിൽ PR ടീമിനെ രംഗത്തിറക്കിക്കൊണ്ട് രാഹുലിനായി നടത്തിയ സൈബർ ന്യായീകരണ മേളയോടെ യുവജനങ്ങളിൽ ഒരു വിഭാഗം നടപടിയെ വിമർശിക്കുകയും എതിർപ്പുള്ള നേതാക്കൾ സൈബർ ആക്രമണം ഭയന്നുകൊണ്ട് മൗനത്തിലാവുകയും ചെയ്തു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയില്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന യാഥാർത്ഥ്യം വസ്തുത അറിയുന്ന നേതാക്കൾക്കറിയാം. കാരണം സ്വന്തം പാർട്ടിയിലെ വനിതാ പ്രവർത്തകരുടെയും സ്വന്തം നേതാക്കളുടെ കുടുംബങ്ങളുടെയും നേർക്ക് രാഹുലിന്റെ പരാക്രമങ്ങൾ നീണ്ടുപോയെന്ന വസ്തുത നേതാക്കൾക്ക് ബോധ്യവുമുണ്ട്. സംരക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നവർക്കും ഇക്കാര്യത്തിൽ പൂർണ്ണ ബോധ്യമുണ്ട്. പക്ഷേ രാഹുലിനെ സംരക്ഷിച്ചില്ല എങ്കിൽ അതിന്റെ പിന്നാലെ തങ്ങളുടെ തനിനിറവും പുറത്താകുമെന്നറിയാവുന്ന ജനപ്രിയ യുവ നേതാവ് ഉൾപ്പെടെയുള്ളവരാണ് സംരക്ഷണ ദൗത്യം ഏറ്റെടുത്തിരിക്കുന്നത് എന്ന വിമർശനവുമുണ്ട്. രാഹുലിനേക്കാൾ ആരോപണങ്ങൾ നേരിടുകയും FIR രജിസ്റ്റർ ചെയ്യപ്പെടുകയും ചെയ്ത മുകേഷ് MLA അടക്കമുള്ളവർ നിയമസഭയിലിരിക്കുമ്പോൾ രാഹുലിനെ എന്തിനു പുറത്തു നിർത്തി എന്നതായിരുന്നു രാഹുൽ ന്യായീകരണവാദികളുടെ പ്രധാന ക്യാപ്സ്യൂൾ. എന്നാൽ ഇന്നേ വരെ കേരളത്തിൽ ഒരു നേതാവിനെതിരെയും ഉയരാത്ത വിധം ഗുരുതര ആരോപണങ്ങളാണ് ചെറുപ്രായത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നത് എന്നത് വസ്തുതയാണ്. മാത്രമല്ല, മുൻപ് സോളാർ കേസിൽ പേര് വന്നവരെയെല്ലാം തന്നെ ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൽ നിർണായക ചുമതലകളിലുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ഈ അവസരം മുതലാക്കിക്കൊണ്ട് പാർട്ടിയിൽ ആധിപത്യം ഉറപ്പിക്കുന്നതിനുള്ള നീക്കമാണ് വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ നടത്തുന്നത്. അടുത്ത കാലം വരെ പാർട്ടിയിലെ ഗ്രൂപ്പുകൾക്കെതിരെ ശക്തമായി വാദിച്ചവർ തന്നെയാണ് ഇപ്പോൾ ഗ്രൂപ്പ് പുനരുജ്ജീവിപ്പിക്കുന്നതിനും ചുക്കാൻ പിടിക്കുന്നത് എന്നതാണ് കൗതുകകരം. ഇതോടെ പാലക്കാട്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുകളോടെ കോൺഗ്രസിന് കിട്ടിയ പുത്തൻ ഉണർവ് കൈമോശം വന്നിരിക്കുകയുമാണ്. പാർട്ടിയെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സജ്ജമാക്കാനായി ഒരു വർഷം മുൻപ് തുടങ്ങിയ മുന്നൊരുക്കങ്ങൾക്കെല്ലാം തന്നെ ഇതോടെ ഏതാണ്ട് നിലച്ച മട്ടാണ്. യുവ നേതാക്കളിൽ ചിലർക്ക് അടുത്ത പ്രതിപക്ഷ നേതാവാകാനും പിന്നീട് അവരുടെ നേതൃത്വത്തിൽ കോൺഗ്രസിനെ മടക്കി കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയാകാനുമുള്ള ആഗ്രഹം തലയ്ക്ക് പിടിച്ചു തുടങ്ങിയെന്നും കോൺഗ്രസിനകത്ത് ഒരു അടക്കം പറച്ചിലുണ്ട്. വരുന്ന തവണയെങ്കിലും ഭരണം പിടിക്കാനുള്ള ശ്രമങ്ങളും ആത്മാർത്ഥതയും ഇവർ പുലർത്തുന്നില്ല എന്നാണ് പ്രധാന ആരോപണമായി ഉയർന്നു വരുന്നതും.